തിരുവനന്തപുരത്ത് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ ഉദ്യോഗസ്ഥൻ ഒഴുക്കിൽപ്പെട്ടു. കാവടിക്കടവിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടം. 3 പേർ രക്ഷപ്പെട്ടു. അപകടത്തിൽപ്പെട്ട സുജിത്തിനായി സ്ക്യൂബ ടീമിന്റെ തിരച്ചിൽ തുടരുകയാണ്. അർജുൻ രാജ് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ഏറെ നേരമായി സുജിത്തിനെ കാണാതായിട്ട് ഇപ്പോഴും ആളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലേ? എങ്ങനെയാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത്? തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോഴും സുജിത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഉച്ചയോടുകൂടിയാണ് തിരുവനന്തപുരം വിളപ്പിൽശാല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പേയാട് കാവടിക്കാവിൽ മിലിറ്ററി ഉദ്യോഗസ്ഥർ കുളിക്കാനായി ആ കടവിൽ എത്തിയത്. 4 പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. മിലിറ്ററി ക്യാമ്പിലെ ഉദ്യോഗസ്ഥരായ അഭിജിത്ത്, ബ്രിട്ടോ, ശ്രീയേഷ്, സുജിത്ത് എന്നിവരാണ് കുളിക്കാനായി ഇവിടെ എത്തിയിരുന്നത്. 4 പേരും കടവിലെത്തി. കുളിക്കാൻ ഇറങ്ങുന്ന ഘട്ടത്തിൽ 2 പേരാണ് ഒഴുക്കിൽ പെട്ടത്. 2 പേർ കരയിൽ നിൽക്കുകയും ചെയ്തു. 2 പേരും മുങ്ങിത്താഴുന്ന ഘട്ടത്തിലാണ് മറ്റ് നാട്ടുകാരും ആളുകളും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയത്. അതിൽ ഒരാളെ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനെ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അതേസമയത്ത് സുജിത്ത് ഒഴുക്കിൽപ്പെട്ട് പോകുന്നതും ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. സുജിത്തിനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കരയിലുള്ള ആളുകൾ ഉദ്യോഗസ്ഥരും ഒക്കെ ബഹളം വെച്ചതിനെ തുടർന്നാണ് നാട്ടുകാരും പോലീസും ഒക്കെ എത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. സ്കൂബ ടീമും അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. സുജിത്തിനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കോഴിക്കോട് സ്വദേശിയാണ് കാണാതായിട്ടുള്ള സുജിത്ത്. 2 മണിക്കൂർ നേരമായി ഇയാളെ കാണാനായിട്ടുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുള്ളത്. അതേസമയത്ത് ഒഴുക്കിൽപ്പെട്ട മറ്റൊരു ഉദ്യോഗസ്ഥനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് സുജിത്തിനായിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ശരി.